ഉണ്ടാകുന്നതാണ് സമ്മതിക്കണം കേട്ടോ. सीलिंग शॉट में सीलिंग शॉट मेरा शॉट सीलिंग शॉट मेरा शॉट ഇൻഡിഗോന്റെ പരസ്യമാണ്. അടിപൊളി പരസ്യമാണല്ലോ ഇത് വെച്ചിട്ടുള്ള. ഇത് നല്ല പരസ്യം ടിവിയിലും മലയാളത്തിലൊക്കെ വരാറുണ്ട് അല്ലേ. കഴിയോ अरे तू नहीं मेरा फ्लोर ഗുഡ് വൺ. फ्लोर भी ठीक है इंडिगो फ्लो पे അല്ലെങ്കിലും നമ്മുടെ ധോണിയല്ലേ പുള്ളി അഭിനയിക്കാനും കളിക്കാനും ഒക്കെ എടുക്കണം. പെയിന്റിന്റെ പരസ്യം കണ്ടുകൊണ്ടിരിക്കും നിങ്ങൾ വിചാരിക്കും ഞാൻ എന്റെ വീടുകളിൽ പെയിന്റ് അടിക്കാൻ ഉദ്ദേശിക്കണ്ടോന്ന്. പെയിന്റ് അടിച്ച് കഴിഞ്ഞാൽ ചോദിക്കും എന്താണ് കല്യാണമാണോ എന്ന് ചോദിക്കും. ഇനി ഒരു കല്യാണത്തെ പറ്റി ആലോചിച്ചാൽ വൈഫ് കൊലക്കെടുത്ത് തലകരിക്കും. സോ ഇതൊന്നുമല്ല കാര്യം. രണ്ടാമത്തെ IPO ഇൻഡിഗോ പെയിന്റ്സ്. സോ ക്വിക്ലി നമുക്ക് കാര്യങ്ങളിലേക്ക് പോകാൻ വലിച്ചു കിട്ടുന്നില്ല. ഹലോ ഫ്രണ്ട്സ്, ഞാൻ മിഥുൻ. സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റും ഷെയർ ട്രേഡിങ്ങിനെ പറ്റി മലയാളികൾക്ക് കുറച്ച് ഫിനാൻഷ്യൽ അഡ്വൈസുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ബേസിക് കാര്യങ്ങൾ അറിയില്ലാത്തവർക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെയൊക്കെ സഹായത്തോടെ നമ്മൾ ഓരോ ക്ലാസ് എടുത്ത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കുന്നു. സോ കൂടുതൽ ഇതിനെ ഞാൻ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ചെയ്യുന്നതെന്നുള്ളത് നമ്മുടെ പ്രീവിയസ് വീഡിയോസ് നോക്കി കാണാം. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മളുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കും വാല്യുബിൾ ആയിട്ടുള്ള ഫിനാൻഷ്യലി എനിക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ടും നമ്മൾ വായിക്കുമ്പോൾ കിട്ടുന്ന കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഒരു ഫിനാൻഷ്യൽ സെഗ്മെന്റിൽ അപ്ഡേറ്റ് ആയിട്ടിരിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. സോ ക്വിക്ലി കാര്യങ്ങളിലേക്ക് പോകും. IPOയിലേക്കാണ് നമ്മൾ പറഞ്ഞു വന്നത്. പുതിയ IPO ആണ് ഇൻഡിഗോ പെയിന്റ്സ്. സോ നിങ്ങൾക്ക് അറിയാലോ IPO എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന സൈറ്റ് ഏതാണ്? ചിറ്റോർക്ക്. നമ്മൾ ഇപ്പൊ 3-4 വീഡിയോസിലായി IPOന്റെ റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ഈ സൈറ്റിന്റെ സപ്പോർട്ടോടെ ചെയ്യുന്നത്. ഒത്തിരി സൈറ്റ് നോക്കിയെങ്കിലും ഇത്ര സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ ഈ സൈറ്റാണ് പറഞ്ഞു തരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഈ സൈറ്റ് തന്നെ ട്രൈ ചെയ്യുന്നത്. സോ ഗൂഗിളിൽ ജസ്റ്റ് ചിറ്റോർഗർ IPO CHITTORGARH ചിറ്റോർഗർ IPO എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന പേജിലേക്ക് കയറിയാൽ മതി. അതിൽ കയറുമ്പോൾ തന്നെ അവർ താഴെ ഫസ്റ്റ് സ്ക്രീനിൽ തന്നെ വന്ന് കിടക്കുന്നുണ്ടാവും അപ്കമിങ് IPOസും തൊട്ട് മുമ്പ് കഴിഞ്ഞ IPOന്റെ ഡീറ്റെയിൽസും കിട്ടും. നമുക്ക് വേണമെങ്കിൽ തൊട്ട് മുമ്പ് ഇന്ത്യൻ റെയിൽവേസിന്റെ IPO എന്തായിരുന്നു നോക്കാം. ഇന്നാണ് ക്ലോസ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ജനുവരി 20-ാം തീയതിയാണ്. ഇന്നാണ് ഇന്ത്യൻ റെയിൽവേസിന്റെ IPOയുടെ അപ്ലൈ ചെയ്യാനുള്ള അവസാനത്തെ ദിവസം. സോ അതിന്റെ അവസ്ഥ എന്തായി നോക്കാം. ഇതുകൂടി നമ്മൾ നോക്കണം കേട്ടോ. IPO ജസ്റ്റ് ഫിനാൻഷ്യൽസും ഫണ്ടമെന്റൽസും മാത്രം നോക്കിയാൽ പോരാ, എത്ര സബ്സ്ക്രിപ്ഷൻ ഒക്കെ വന്നു നോക്കണം. ഇവിടെ ആ IPO എടുത്തിട്ട് അതിന്റെ സബ്സ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കാണാം ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് 3.78% കുഴപ്പമില്ല, നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ 2.67% കുഴപ്പമില്ല, ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് നമ്മളോ ഇന്ന് റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് ആണ് 3.5% കുഴപ്പമില്ല, അടിപൊളിയാണ്. എംപ്ലോയേഴ്സ് റെയിൽവേയുടെ എംപ്ലോയീസ് തന്നെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് 39 മടങ്ങ്. ഈ നമ്മുടെ റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ 3.51% എന്ന് പറയുമ്പോൾ നിങ്ങളൊന്നും കിട്ടും. ഈ പുള്ളി കഴിഞ്ഞ വീഡിയോയില് ആനയാണ് സേനയാണെന്നൊക്കെ പറഞ്ഞ് പബ്ലിഷ് ചെയ്തിട്ട് 3 മടങ്ങാണ് സബ്സ്ക്രിപ്ഷൻ വന്നുള്ളൂ. നമ്മൾ ബർഗർ പെയിന്റ്സിന്റെ കേസ് പറഞ്ഞു അല്ലെ. ബർഗർ പെയിന്റ് ഒക്കെ 158 മടങ്ങാണ് സബ്സ്ക്രിപ്ഷൻ. ഒരു ഷെയർ കൊടുക്കാനുണ്ടെങ്കിൽ 158 പേര് വാങ്ങിക്കാനുണ്ടായിരുന്നു. പക്ഷെ റെയിൽവേയുടെ കേസ് നോക്കിയേ 3.5 വന്നുള്ളൂ. അതെന്താ? അപ്പൊ നല്ലത് ചീത്തയോ? സംശയിക്കണ്ട. ആനയും ഉറുമ്പും തമ്മിലുള്ള വ്യത്യാസമാണ് ബർഗർ കിങ്ങും ഇന്ത്യൻ റെയിൽവേ ആയിട്ട്. ബർഗർ കിങ് വളരെ ചെറിയൊരു സ്ഥാപനമാണ്. അതിന്റെ നിസ്സാരം യൂണിറ്റുകളെ ഷെയറുകളെ കൊടുക്കാനുണ്ടാകുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും സബ്സ്ക്രിപ്ഷൻ വന്നത്. 124 കോടി ഷെയർസ് ആണ് ലിസ്റ്റ് ചെയ്യാൻ നോക്കിയത്. ബർഗർ കിങ് ഒക്കെ ചിലപ്പോൾ ഹാർഡ്ലി ഒരു 20 ലക്ഷം അല്ലെങ്കിൽ 25 ലക്ഷം ഒക്കെ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. ഇവിടെ അതിനെ അപേക്ഷിച്ച് 5-7 മടങ്ങ് വലുതാണ് ഇന്ത്യൻ റെയിൽവേ. സോ അതുകൊണ്ട് ഈ കേസ് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. എനിക്ക് തോന്നുന്നു റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഇത് നല്ല കാര്യം കൂടിയാണ്. എന്താണ് 3 മടങ്ങേ സബ്സ്ക്രിപ്ഷൻ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടാനുള്ള ചാൻസ് കൂടും. 150 ടൈം സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. പക്ഷെ ഇന്ത്യൻ റെയിൽവേസ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നവർക്കൊക്കെ കിട്ടാനുള്ള ചാൻസ് ഇതുകൊണ്ട് തന്നെ കൂടുതലാണ്. സോ ഈ ഒരു ഫാക്ടർ കൂടി നിങ്ങൾ എപ്പോഴും IPO സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫാക്ടർ കൂടി നിങ്ങൾ ചെയ്ത് നോക്കണം. എത്ര മടങ്ങ് സബ്സ്ക്രിപ്ഷൻ വന്നു. ലെസ് ദാൻ 90% ഒക്കെ ആണെങ്കിൽ ക്യാൻസൽ ആയി പോകും IPO. അത് നിങ്ങൾക്ക് അറിയാലോ. ഞാൻ ഫസ്റ്റ് IPOനെ പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. IPO എന്താണ്, ഇതൊക്കെ എങ്ങനെയാണ് നോക്കേണ്ടത്, ഒരു മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് IPO എങ്ങനെ ബൈ ചെയ്യാം എന്നൊക്കെയുള്ള എന്റെ പ്രീവിയസ് വീഡിയോസിലുണ്ട്. ഞാൻ ഇവിടെ ലിങ്ക് ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ക്വിക്കലി നമുക്ക് നമ്മുടെ പുതിയ വരാമോണ IPOയിലേക്ക് പോകാം. ഏതാണ്? ഇൻഡിഗോ പെയിന്റ്സ്. തുടക്കക്കാർക്ക് അല്ലെങ്കിൽ അത്ര വലിയ ഡീറ്റെയിൽ ഫിനാൻഷ്യൽ ഡെപ്തിലേക്ക് ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ പോലെ നോക്കേണ്ടാത്ത നമ്മളെ പോലെ സാധാരണക്കാർക്കൊക്കെ ഈ വെബ്സൈറ്റ് തന്നെ ധാരാളമാണ്. മിക്ക കാര്യങ്ങളും ആവശ്യമുള്ളതൊക്കെ ഇതിനകത്തുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വലിയ ഫണ്ടമെന്റൽ ബാലൻസ് ഷീറ്റ് ഒക്കെ എടുത്ത് അനലൈസ് ചെയ്യാത്തത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ IPOs 90% സക്സസിലാണ്. വളരെ 10% IPO ആണ് നഷ്ടത്തിൽ ഇതുവരെ പോയിട്ടുള്ളൂ. കുഴപ്പമില്ലാത്ത ഒരുമാതിരി എല്ലാ IPOs നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇൻഡിഗോ പെയിന്റ്സിന്റെ ബേസിക് കാര്യങ്ങളുണ്ട്. ഇൻഡിഗോ പെയിന്റ്സ് ഇസ് വൺ ഓഫ് ദ ഫാസ്റ്റ് ഗ്രോയിങ് പെയിന്റ് കമ്പനീസ് ഇൻ ഇന്ത്യ ഇൻ ടേംസ് ഓഫ് റവന്യൂ. അതായത് ലാഭത്തിന്റെ കേസിൽ നോക്കി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള പെയിന്റ് കമ്പനീസിൽ ഒന്നാണ്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, നമ്മൾ പെയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്നത് ഏഷ്യൻ പെയിന്റ്സ്,
ഈ ബർഗർ പെയിന്റ്സ്, ഇൻഡിഗോ പെയിന്റ്സ്, ഈ പേരുകളൊക്കെയാണ് നമ്മുടെ ആദ്യം തന്നെ വായിൽ വരാം. സോ അതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇറ്റ്സ് ദ 5th ലാർജസ്റ്റ് കമ്പനി ഇൻ ദ പെയിന്റ് ഇൻഡസ്ട്രി. അതായത് ഇന്ത്യയിലെ പെയിന്റ് ഇൻഡസ്ട്രിയിലെ 5th റാങ്ക് ആണെന്ന്. നമ്പർ 1 ഏഷ്യൻ പെയിന്റ്സ് ആണെന്നറിയാം, പിന്നെ എന്തൊക്കെയോ പെയിന്റ്സ് ഉണ്ട്, അതിൽ 5th പക്ഷെ അതിനൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ. എനിവേ ഒരു 2000 സമയത്താണ്, ഒരു 2001 2002 എന്തോ ആണ് ഇൻഡിഗോ പെയിന്റ്സ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. വേറെ ഏഷ്യൻ പെയിന്റ്സ് ഒക്കെ 1950കളിൽ ഫോം ചെയ്ത കമ്പനിയാണ് ഏഷ്യൻ പെയിന്റ്സും മറ്റ് കമ്പനികൾ. അപ്പോൾ ഏറ്റവും നിയറസ്റ്റ്, ഏറ്റവും പുതിയതായി തുടങ്ങിയ ഒരു കമ്പനിക്ക് ഒരു 5ാം റാങ്കിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാലോ അവരുടെ ഒരു സ്ട്രെങ്ത് എന്താണ്, അവരുടെ ഒരു ഗ്രോത്ത് വളരെ ഫാസ്റ്റ് ആണ്. സോ അതൊരു പ്ലസ് പോയിന്റ് ആണ്. വെറും നിസ്സാര സമയം കൊണ്ട്, ഒരു 20 കൊല്ലം കൊണ്ട് ഇന്ത്യയുടെ ടോപ്പ് 5 എത്താൻ സാധിച്ചു. ഇവിടെ പൂനെ എവിടെയും കണ്ടൊക്കെയാണ് ഇവരുടെ പ്ലാന്റുകൾ. കൊച്ചിയിലും ഉണ്ട്, നമ്മുടെ കേരളത്തിലെ കൊച്ചിയിലും ഇവരുടെ പ്ലാന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു. സോ ഈ ഫാസ്റ്റ് ഗ്രോയിങ് കമ്പനി ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഗ്രോത്ത് നമുക്ക് IPO ലിസ്റ്റ് ചെയ്യുമ്പോൾ അതിന് പ്രോഫിറ്റിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ബേസിക് കാര്യങ്ങൾ ഇതിനുണ്ട് കേട്ടോ. ഞാൻ എല്ലാം വായിക്കുന്നില്ല, നിങ്ങൾ തന്നെ വായിച്ച് നിങ്ങൾ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. എല്ലാം നമ്മൾ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് ശരിയാവില്ലല്ലോ. ദെൻ ഇവരുടെ കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ് പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ. ഇവർ പിന്നെ ഒരു കാര്യമുണ്ടോ, ഞാൻ വായിച്ചത് മനസ്സിലായത് എങ്ങനെ ഇത്ര പെട്ടെന്ന് ഇവർക്ക് ഇങ്ങനെ പെട്ടെന്ന് ഈ കോമ്പറ്റീറ്റീവ്സിന്റെ ടോപ്പ് 5 ഇന്ത്യൻ കമ്പനിയിൽ എത്താൻ സാധിച്ചു എന്ന് വെച്ചാൽ ഇവരുടെ ബിസിനസ് മോഡലിന്റെ ഒരു വ്യത്യാസം കേട്ടോ. ഇവരാണ് കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറച്ച് ആശയങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് എന്താ പറയുക, മെറ്റാലിക് പെയിന്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം നിങ്ങൾ കണ്ടിട്ട്. മെറ്റാലിക് പെയിന്റുകൾ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളൊക്കെ വീഡിയോ പെയിന്റ് ചെയ്യാനൊക്കെ എപ്പോഴും ഈ ഇൻഡസ്ട്രി ആയിട്ട് വളരെ പരിചയമുള്ള ആൾക്കാരാണ്. സോ ഇതിനെപ്പറ്റി കൂടുതൽ പറയണ്ട. സോ ഈ ഇൻഡിഗോ പെയിന്റ്സിനാണ് ടൈല്, നമ്മുടെ പുറത്ത് മുറ്റത്തിടുന്ന ടൈലുമോ അടിക്കുന്ന പെയിന്റുകൾ, പിന്നെ സീലിംഗ് പെയിന്റുകൾ, പിന്നെ എന്നാ അങ്ങനെ കുറെ വെറൈറ്റി ഓഫ് പെയിന്റ് തന്നെ പല സെഗ്മെന്റിൽ ഇവർ അവതരിപ്പിച്ച പ്രധാന ആൾക്കാർ ഇവരാണ്. സോ ഇവരുടെ ഈ പ്രോഡക്റ്റിന്റെ തന്നെ പ്രത്യേകതകൾ കൊണ്ടാണ് ഇവർ ഇത്രയും പെട്ടെന്ന് ഇത്ര വലിയ സ്ട്രെങ്ത്തിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചത്. സോ കമ്പനിയുടെ സ്ട്രെങ്ത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ലാർജ് പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ വിത്ത് ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്ട്സ്. അതായത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്ട്സ് ഇവർക്കുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. കൺസിസ്റ്റന്റ് ആയിട്ട് കഴിഞ്ഞ 20 കൊല്ലത്തിൽ നല്ല രീതിയിൽ കമ്പനി ഗ്രോ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു പോസിറ്റീവ് കാര്യമാണ്. സ്ട്രോങ് ബ്രാൻഡ് ഇക്വിറ്റി, അത് ഞാൻ പറഞ്ഞല്ലോ, ബ്രാൻഡ് മഹേന്ദ്ര സിംഗ് ധോണിയാണ് ബ്രാൻഡ് അംബാസിഡർ. അതുകൊണ്ട് തന്നെ ധോണിയുടെ ആഡുകൾക്ക് ഒരു പ്രത്യേകത, നമ്മൾ ഫസ്റ്റ് കണ്ട് ഞാൻ ചിരിച്ചതുപോലെ ഒരു പ്രത്യേകതയുള്ള ആഡുകളാണ്. പിന്നെ ധോണി ആയതുകൊണ്ടും കൂടുതൽ ക്യാച്ചിങ് ആണ് കാര്യങ്ങൾ. ദെൻ എക്സ്റ്റെൻസീവ് നെറ്റ്വർക്ക് ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഇവരുടെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കും വളരെ സ്ട്രോങ് ആണ്. മാനുഫാക്ചറിംഗ് പ്ലാന്റുകളൊക്കെ ആക്സസിബിൾ ആണ്, ഈസിലി ആക്സസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റുകളൊക്കെ അവർക്ക് ആ കാര്യത്തിൽ ഗണ്യമായിട്ട് കുറയ്ക്കാൻ പറ്റും. സോ ഇതൊക്കെയാണ് ഇവരുടെ കോമ്പറ്റീറ്റീവ്സ്. പിന്നെ കമ്പനി പ്രൊമോട്ടേഴ്സ് ഹേമന്ത് ജലാൽ, അനിത ജലാൻ, പരാഗ് ജലാൻ, കൊറിയൻ ജലാൻ ആൾക്കാരാണ്, നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നോർത്ത് ഇന്ത്യൻസ് എവിടെ ആരെങ്കിലും ആയിരിക്കും. സോ ഇവരൊക്കെയാണ് ഇതിന്റെ പ്രൊമോട്ടേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്. ഇതിന്റെ ടോട്ടൽ അസറ്റ്, റവന്യൂ, ടാക്സ്, ഈ 3 കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മില്യണിലാണ്. 1973 മില്യൺ, 2018 19 3000, 20 4000. സോ കൺസിസ്റ്റന്റ്ലി എല്ലാ കൊല്ലം കൂടുമ്പോഴും ഇവരുടെ അസറ്റ്സ്, ഇവരുടെ സമ്പാദ്യം, എന്താ പറയാ, സ്വത്ത് കൂടിക്കൊണ്ടുവരണ്ട്. ടോട്ടൽ അസറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ടോട്ടൽ റവന്യൂ അതുപോലെ തന്നെയാണ്. 2018 4000 മില്യൺ ആണ്, 5000 മില്യൺ ആയി, 19 20 6000 ആയി. ഇപ്പൊ അറിയാലോ കോവിഡ് ആണ്, എല്ലാ ഇൻഡസ്ട്രിയും ഡൗൺ ആണ്. അതുകൊണ്ട് തന്നെ ഈ കൊല്ലം, അതായത് സെപ്റ്റംബർ ഈ ഹാഫ് ഇയറിലായപ്പം 2600 ഉള്ളൂ. നമുക്ക് നോക്കാം ഈ കൊല്ലം മാർച്ച് വരുമ്പോൾ എന്തായിരിക്കും എന്ന് കണ്ടറിയാം. മേ ബി ഒരു നല്ല ഡീസെന്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ദെൻ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, ഇതാണ് നമ്മൾ മെയിൻലി ശ്രദ്ധിക്കേണ്ടത്. 128 മില്യൺ എന്ന് വെച്ചാൽ എത്രയാണ്, ലക്ഷം, 10 ലക്ഷം, കോടി, 10 കോടി, 12 കോടിയായിരുന്നു. 12 കോടിയാണ് 2018 പ്രോഫിറ്റ്. 2019 26 കോടി, 2020 47 കോടി. അപ്പോൾ ഭയങ്കര ഗ്രോത്ത് ഉണ്ടല്ലേ പ്രോഫിറ്റ്. അവർക്ക് നെറ്റ് പ്രോഫിറ്റിന്റെ കാര്യത്തിൽ വലിയ ജമ്പാണ്. ഇത് ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യം. ഇവരുടെ ഗ്രോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള കമ്പനിയാണ്. ഒബ്ജക്റ്റീവ് ഓഫ് ദി ഇഷ്യൂ, ഇതും മെയിൻ ഒരു പോയിന്റ് ആണ്. എന്തിനാണ് ഇവർ ഇപ്പോൾ IPO ലിസ്റ്റ് ചെയ്യുന്നത്, എന്തിനാണ് പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഫണ്ട് സമാഹരിക്കാൻ നോക്കുന്നത്? ടു മീറ്റ് ദ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റിക്വയർമെന്റ്സ് ഓഫ് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസ് എക്സ്പാൻഷൻ അറ്റ് പടുക്കോട്ടായി, തമിഴ്നാട്ടിലെ ഏതൊരു സ്ഥലം, വൃത്തിയുടെ സ്ഥലമാണ്, പേര് കേൾക്കും പറയാം. ഇവരുടെ ഒരു പ്ലാന്റിന്റെ എക്സ്പാൻഷന് വേണ്ടിയാണ് ബേസിക് ഇവർക്കൊരു ആവശ്യം. സോ അത് തന്നെ ഒരു പോസിറ്റീവ് ന്യൂസ് ആണ്. ഈ ഫണ്ട് കൊണ്ട് അവർ ചെയ്യാൻ പോകുന്നത് ഇവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ നോക്കുകയാണ്. സോ പ്ലാന്റുകൾ കൂടുന്നതനുസരിച്ച് ബിസിനസ് കൂടും, അതിനനുസരിച്ച് കമ്പനിയുടെ വളർച്ചയും കൂടും. ദെൻ ടു പർച്ചേസ് ടിൻഡിങ് മെഷീൻസ് ആൻഡ് ഗൈറോഷൈക്കേഴ്സ്. ഇതിപ്പോ പെയിന്റിങ് ആർക്കെങ്കിലും അറിയാമോ പെയിന്റ് എന്താ സംഭവം എന്നുള്ളത്? ഈ ടിൻഡിങ് മെഷീൻ എന്താണെന്ന് എനിക്കറിയാം. നമ്മൾ പെയിന്റ് കടലിൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് അല്ലേ, പാട്ട വെച്ചിട്ട് ഇങ്ങനെ കറക്കണ ഒരു പെയിന്റ്. കാരണം എല്ലാ പെയിന്റും ഒരേ നമുക്ക് ഇഷ്ടമുള്ള കളർ അവിടെ ചെല്ലുമ്പോൾ ടിന്നാക്കി വെച്ചേക്കല്ല, അവർ മിക്സ് ചെയ്ത് തരുന്നതാണ്. ഏതൊക്കെയോ 2-3 വൈറ്റിൽ വേറെ 1-2 കളറുകൾ ചേർത്തിട്ടാണ് പെയിന്റ് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. സോ ആ മെഷീനാണ് ടിൻഡിങ് മെഷീൻ. അത് എല്ലാ കടക്കാർക്കും ഇതേപോലത്തെ കമ്പനികളാണ് കൊടുക്കുന്നത്. സോ ഈ പെയിന്റ് കടക്കാർക്ക് കൊടുക്കാനുള്ള ആ മെഷീൻ കുറേ പർച്ചേസ് ചെയ്യാനും പിന്നെ വേറെ എന്തൊരു മെഷീൻ, അതിനെപ്പറ്റി എനിക്കറിയില്ല. ദെൻ
ടു റീപേ ദ സെർട്ടൈൻ ബോറിംഗ്. കുറച്ച് അവർ ബാങ്കിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള കടങ്ങൾ തിരിച്ചടയ്ക്കാനും പലിശയ്ക്കാണല്ലോ എടുത്തിരിക്കുന്നത്. ലോൺ ഉണ്ടാവും, അല്ലെങ്കിൽ CC OD ലിമിറ്റുകൾ ഉണ്ടാവും. അത് കുറച്ചൊക്കെ ക്ലോസ് ചെയ്യാം, മൊത്തം ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞില്ല, കുറച്ചൊക്കെ ലോൺ അപ്പൊ ലോൺ കുറയ്ക്കുക, ഇവരുടെ പ്ലാന്റ് ഡെവലപ്പ് ചെയ്യുക, പുതിയ പുതിയ മെഷീൻസ് ആർക്ക് കൊടുക്കുക, റീറ്റെയിലേഴ്സിന് കൊടുക്കുക. സോ ഇതൊക്കെ പോസിറ്റീവ് കാര്യമാണ്. റീറ്റെയിലേഴ്സിന് ഇൻഡിഗോ മെഷീൻ കൊണ്ടേ കൊടുക്കുമ്പോൾ ഇൻഡിഗോന്റെ പെയിന്റ് വിൽക്കാനുള്ള ഒരു ടെൻഡൻസി അവർക്ക് കൂടും. അത് മാത്രമല്ല ഒത്തിരി ടൈപ്പ് കളറുകളിൽ ബ്ലെൻഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആ പെയിന്റിന്റെ കച്ചവടം കൂടും അല്ലെ. ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ അവിടെ ചെന്നില്ലെങ്കിൽ നമ്മൾ വേറെ കടയിൽ പോയി വേറെ പെയിന്റ് പിടിക്കും. സോ ആ ഒരു പ്രശ്നം ഒഴിവാക്കാനും ഇങ്ങനെ മെഷീൻ കൊടുക്കുന്നവർ ചെയ്യാൻ പറ്റും. ദെൻ ടു മീറ്റ് ജനറൽ കോർപ്പറേറ്റ് പർപ്പസ്, ഇതെല്ലാവരും പറയുന്നതാണ് അവരുടെ കോർപ്പറേറ്റ് ആയിട്ടുള്ള അവരുടെ ബിസിനസ് കാര്യങ്ങൾക്കുള്ള പർപ്പസിന്. സോ ഈ പറയുന്ന റിക്വയർമെന്റ്സിനൊക്കെയാണ് ഫണ്ട് ആവശ്യം. മെയിൻലി ഫണ്ട് ആവശ്യം അവരുടെ തമിഴ്നാട്ടിലുള്ള ഒരു പ്ലാന്റ് ഡെവലപ്പ് ചെയ്യാനാണ്. സോ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നു. ഇനിയാണ് പ്രധാന കാര്യം, നമ്മുടെ പ്രധാന ഡീറ്റെയിൽസിലേക്ക് പോകാം. IPO ഓപ്പൺ ചെയ്തിരിക്കുന്നത് ജനുവരി ഇന്നാണ് 20-ാം തീയതിയാണ് IPO ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ക്ലോസ് ചെയ്യുന്നത് ജനുവരി 22-ാം തീയതിയാണ്. ജനുവരി 22, അതായത് 2 ദിവസമുള്ള IPO. ദെൻ ഒരു IPOന്റെ പ്രൈസ് 1488. 10 എണ്ണാണ് ഒരു ലോട്ട് എന്ന് വെച്ചാൽ 10 എണ്ണം. പുട്ടുകത്തർ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഒരു ലോട്ട് IPO മേടിക്കാൻ നിയർലി 15,000 റുപ്പീസ് മതി. 15,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് IPO മേടിക്കാം. സോ ആ കാര്യങ്ങൾ പറഞ്ഞു. എത്രയാണ് അതിന്റെ പ്രൈസ്? 1488 ആണ് ഒരെണ്ണത്തിന്റെ പ്രൈസ്. ദെൻ ഈ ഡേറ്റുകൾ ഒന്നുകൂടി ശ്രദ്ധിക്കാം. IPO ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇന്ന് ജനുവരി 20, 2021. IPO ക്ലോസ് ചെയ്യുന്നത് നമുക്ക് എന്ന് വരെ നമുക്ക് അപ്ലൈ ചെയ്യാം, 22 ജനുവരി വരെ അപ്ലൈ ചെയ്യാം. അലോട്ട്മെന്റ് വരുന്നത് ജനുവരി 28 അതായത് നിങ്ങൾക്ക് കിട്ടിയോ കിട്ടില്ല എന്ന് അറിയണത്. ഇനി കിട്ടാത്തവർക്ക് അതിന്റെ ഫണ്ട് റീഫണ്ട് വരുന്നത് ജനുവരി 29. ഈ മാസം 29-ാം തീയതി ആകുമ്പോഴേക്കും നിങ്ങൾക്ക് റീഫണ്ട് കിട്ടും. ഷെയർസ് ക്രെഡിറ്റ് ചെയ്യുന്നത് ഫെബ്രുവരി 1, അടുത്ത മാസം 1-ാം തീയതി ആകുമ്പോഴേക്കും കിട്ടിയവർക്ക് ഷെയർ ക്രെഡിറ്റ് ആവും. ലിസ്റ്റിംഗ് ഡേറ്റ് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഡേറ്റ്. നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ എപ്പോൾ കാണുന്നു? ഫെബ്രുവരി 2-ാം തീയതി മുതൽ ഇൻഡിഗോ പെയിന്റ്സിന്റെ കമ്പനിയുടെ ഷെയറുകൾ നമുക്ക് ട്രേഡ് ചെയ്യാം. അതായത് സെക്കൻഡറി ടെറിഷറി ബയേഴ്സിനൊക്കെ ബൈ ചെയ്യാം. ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർക്ക് എന്നോട്ട് വിറ്റ് തുടങ്ങാം. നിങ്ങൾക്ക് ഇന്ന് അപ്ലൈ ചെയ്യണമെങ്കിൽ ഫെബ്രുവരി 2-ാം തീയതി ആകുമ്പോഴേക്കും നിങ്ങൾക്ക് വിറ്റ് തുടങ്ങാം. മാക്സിമം ഒരാൾക്ക് മേടിക്കുന്നത് 13 ലോട്ട്, മിനിമം ഒരു ലോട്ട് എത്ര രൂപ വേണം? 14,900 രൂപയാണ് വേണ്ടത്. സോ മാക്സിമം മേടിക്കേണ്ടവരോട് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങളുടെ പേരിൽ തന്നെ മൾട്ടിപ്പിൾ ലോട്ട് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല, കിട്ടില്ല. ഓവർ സബ്സ്ക്രിപ്ഷൻ ആയിരിക്കും, എന്തായാലും 2 മടങ്ങിനൊക്കെ കൂടുതലായിരിക്കും. ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ തന്നെ കണ്ടില്ലേ, ഇത്രയും കോടി ഷെയറുകൾ ചെയ്യാൻ നോക്കിയിട്ടും 3 മടങ്ങാണ് സബ്സ്ക്രിപ്ഷൻ വന്നത്. സോ 3-1 ചാൻസേ കിട്ടാനുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരാളുടെ പേരിൽ മൾട്ടിപ്പിൾ മേടിക്കാന്ന് പറഞ്ഞാൽ മണ്ടത്തരാണ്. അപ്പൊ നിങ്ങൾ എന്ത് വേണം? ഫാമിലി മെമ്പേഴ്സിന്റെ പേരിൽ അപ്ലൈ ചെയ്യണം. ഓരോ ഫാമിലി മെമ്പറിന്റെ പേരിലും അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഒക്കെ പേരിൽ ഓരോ കാശ് ഉണ്ടെങ്കിൽ ഓരോ ലോട്ട് അപ്ലൈ ചെയ്യാം. പറ്റിക്കാത്ത ഫ്രണ്ട്സിന്റെ അടുത്തിട്ടോ. നിങ്ങൾ മറ്റേ മോഹൻലാൽ പറഞ്ഞതുപോലെ അച്ഛന്റെ പെൻഷൻ കാശ് മേടിച്ചിട്ട് മുകേഷിന്റെ ഏതോ സിനിമയുണ്ടല്ലോ, അച്ഛന്റെ പെൻഷൻ കാശ് മേടിച്ചിട്ട് മുണ്ടൊന്നും എടുക്കാൻ വേണ്ടി ആ ബാഗ് മുകേഷിനെ കൊടുത്താൽ അപ്പൊ അടുത്ത വന്ന സൂപ്പർ ഫാസ്റ്റ് ബസ് കയറി പോയി എന്ന് പറയില്ലേ, അത്തരം ഫ്രണ്ട്സിന്റെ അടുത്ത് ഡിമാറ്റ് എടുക്കാണ്ടിരിക്കുക. വിശ്വസനീയരായിട്ടുള്ള റിലേറ്റീവ്സിന്റെയും ഫ്രണ്ട്സിന്റെ ഒക്കെ പേരിൽ നിങ്ങൾ ഇൻഡിവിജ്വൽ അപ്ലൈ ചെയ്യുക. ഇനിയും ഇവർക്കൊന്നും ഡിമാറ്റ് അക്കൗണ്ട് ഇല്ലെങ്കിൽ എന്ത് വേണം? ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അത് വെറുതെ ഓപ്പൺ ചെയ്താൽ പോരാ, നമ്മുടെ ലിങ്ക് വഴി തന്നെ ഓപ്പൺ ചെയ്യണം. നമ്മുടെ ലിങ്ക് വഴി ഓപ്പൺ ചെയ്താലാണ് ഞാൻ തരുന്ന മുഴുവൻ സേവനങ്ങളും നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. നിന്റെ സേവനം എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞാൽ ഓക്കെ, എങ്കിലും ഒന്ന് കണ്ണടയ്ക്കാൻ പാടില്ലേ, നമ്മുടെ ലിങ്ക് വഴി ഓപ്പൺ ചെയ്താൽ മതി. ഓക്കെ. സോ എന്നത്തെയും പോലെ നമ്മുടെ ലാസ്റ്റ് ചോദ്യം, ഞാൻ മേടിക്കുന്നുണ്ടോ ഇല്ലയോ? ഞാൻ മേടിക്കുന്നുണ്ട്. പെയിന്റ്സ് മേടിക്കാം. ഞാൻ ഓൾമോസ്റ്റ് മിക്ക IPO അപ്ലൈ ചെയ്യാറുള്ളതാണ്. ഈ IPOയും ഞാൻ അപ്ലൈ ചെയ്യും, നിങ്ങളും അപ്ലൈ ചെയ്യുക, കാശുണ്ടാക്കാം. താങ്ക് യു.